അപ്പം നമ്മുടെ പാഴ്സൽ എന്തൊക്കെയാണെന്ന് കണ്ടാലോ? ഹയ്യാ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിട്ടാട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മുടെ കോസ്റെക്സിൻ്റെ സ്നെയിൽ മ്യൂസിയം സിറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് വീണ്ടും ഓർഡർ ആക്കിയതാണ്. ഈ കോസ്റെക്സിന്റെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട്. അതെങ്ങനെ തിരിച്ചറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റെക്സിന്റെ പ്രോഡക്ട്സ് എപ്പോഴും ഒരു ട്രാൻസ്പെറന്റ് ആയിരിക്കും ഇതിന്റെ ബോട്ടിൽ. പക്ഷേ ഇതിന്റെ ഫേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു കഞ്ഞിവെള്ളത്തിന്റെ ഒരു കൺസിസ്റ്റൻസിലായിരിക്കും, ഒരു വൈറ്റ് ഷെയ്ഡിലായിരിക്കും വരിക. അതെന്തായാലും ഫേക്ക് ആയിരിക്കും. പിന്നെ അതിന് ഭയങ്കര സ്മെൽ ഉണ്ടാവും. കോസ്റെക്സിന് നല്ല അധികം സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതിന്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കും, ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. കൊറിയൻ സ്കിൻ കെയറിലെ നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് കണ്ടാൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് മെഡിക്യൂബിന്റെ കൊളാജൻ നൈറ്റ് റാപ്പിംഗ് മാസ്ക് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജിങ് വരുന്നത്. ഒരു പിങ്ക് ഷെയ്ഡ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ബ്രഷും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രഷ് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബ്രഷാണ്. അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഇത് നമ്മൾ ഓവർനൈറ്റ് ആണ് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരിക്കും ഇത് നമ്മൾ അൺറാപ്പ് ചെയ്ത് കളയേണ്ടത്. ഓക്കെ, അപ്പം ഇതിൻ്റെ റിവ്യൂ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ഇടുന്നതായിരിക്കും. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ടോണി മോളിയുടെ ടോണറാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കാണിച്ചെങ്കിലും ഞാനിതിപ്പോൾ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്നതായിട്ട് കാണിക്കണം കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിന്നിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതൽ റിവ്യൂ പറയുകയാണെങ്കിൽ ഞാൻ ഒരു 1-2 ആഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിപൊളി റിവ്യൂ പറയാം കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ കുറേ നാളായിട്ട് ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ സെൻഡല്ലയുടെ ഒരു പ്രോഡക്റ്റാണിത്. നമ്മുടെ ക്ലെൻസിങ് ഓയിലാണിത്. ഇതും ഈ പറഞ്ഞ ഞാൻ ട്രൈ ചെയ്തു വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടിയിൽ പാക്ക് ചെയ്തതാണ് ഗൈസ്. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജിങ് വന്നിട്ടുള്ളത്. ആ പാക്കേജിങ് തന്നെ നല്ലൊരു ലക്ഷറി ലുക്കാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഈ ക്ലെൻസിങ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള എല്ലാ ഡേർട്ടും പോകും. അതുപോലെ നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് പോയി നമ്മുടെ ഫേസിൽ നല്ല ഫ്രീ ആക്കി വയ്ക്കും. നല്ല ഒരു നാച്ചുറൽ ലുക്കിൽ ഇത് വെക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റും കുറേ നാളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ്. അനുവയുടെ ഒരു ഫോമിംഗ് ഫേസ് വാഷ്. അപ്പം യൂഷ്വലി ഞാനിപ്പം ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ സെൻഡല്ലയുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഞാൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം അനുവയുടെ ഈ ഫോമിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിലെ കംപ്ലീറ്റ് ഡേർട്ടും പോയി നല്ല ഫേസ് നല്ല ഗ്ലോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളി 2 പ്രോഡക്റ്റാണ്. എന്തായാലും നിങ്ങൾ ഫേസ് വാഷ് പുതിയത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു റിസൾട്ട് ഉണ്ട് 2-3 ഡേയ്സിൽ തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ നോക്കണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഞാൻ മേടിച്ച എൻ്റെ കുറേ പ്രോഡക്ട്സ്. ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പോസിറ്റീവ് റിവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.